ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ പുറകത്തെ മുറ്റത്ത് അമ്മ നട്ട് വെച്ചിട്ട് കോവലിൽ നിറയെ മുന്തിരിക്കൊല പോലെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ, ഇനി നമുക്ക് കോവയ്ക്ക പറിച്ചാലോ? അങ്ങനെ നമ്മുടെ കോവലിൽ നിന്ന് നമ്മൾ കോവയ്ക്ക നിറയെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ? ഇനി നമുക്ക് ഇത് വെച്ചൊരു വെറൈറ്റി ഉണ്ടാക്കിയാലോ? അങ്ങനെ നമ്മൾ പറിച്ചു വെച്ച കോവയ്ക്കെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്യാവേ. ഇനി നമുക്ക് കോവയ്ക്ക കട്ടി കുറച്ച് അരിഞ്ഞ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ, വട്ടത്തിൽ നീളത്തിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ കോവയ്ക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒരു കോവയ്ക്ക ഫ്രൈ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇച്ചിരി വെറൈറ്റി ആട്ടോ ഇന്ന് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കിയാലോ? നമുക്ക് ആവശ്യം മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക്, അരിപ്പൊടി, കായം, പിന്നെ ഇത് നമുക്ക് ഡെക്കറേഷനുള്ളതാണ്. 5 പച്ചമുളക് ഇങ്ങനെ ചെറുതായി അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില. ഇതെല്ലാം നമുക്ക് നാരങ്ങ, ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഇടാവേ. ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നമ്മൾ 5 പച്ചമുളക് എടുത്തത്, അത് പച്ചമുളക് 5 ചെറുതായതുകൊണ്ടാണ് നമ്മൾ 5 പച്ചമുളക് എടുത്തത്. ഇത് നമുക്ക് അരിപ്പൊടി 2 സ്പൂൺ ഇട്ടാവേ. കായ ഇടാവേ. നമ്മൾ കായ ഇട്ടിട്ടുണ്ട്. കായം ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇടുന്നത് നമ്മൾ. ഇനി നമുക്ക് നാരങ്ങാനീര് ഒഴിക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ ഇത് പിഴിയണം. അങ്ങനെ നമ്മൾ ഇത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മസാലപ്പൊടികളെല്ലാം ചേർത്ത്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അങ്ങനെ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാവേ. നമുക്ക് എണ്ണ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യേണ്ടാവേ. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോവയ്ക്ക ഫ്രൈ വാരി എടുത്ത് പാത്രത്തിലേക്ക് മാറ്റുകയാണേ. ഇനി നമുക്ക് ഡെക്കറേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ എണ്ണയിലിട്ട് വറുത്തെടുക്കാവേ. തേങ്ങാക്കൊത്ത്, കൊടുക്കാം. അങ്ങനെ ആവി വറക്കണ നമ്മുടെ ചൂട് ചോറും മീൻകറിയും, നമ്മൾ ഇപ്പം വറുത്ത കോവയ്ക്ക ഫ്രൈയും, മാങ്ങ അച്ചാറും, മീൻ വറുത്തത്. ഇന്ന് നമുക്ക് ചോറുണ്ടാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.